ബഹിരാകാശ ദൗത്യങ്ങൾക്കിടെ സമുദ്രത്തിലെ അടിത്തട്ടിലെ ശത്രു നീക്കങ്ങൾ തിരിച്ചറിയാനും തുടർച്ചയായി 40 മണിക്കൂർ പ്രവർത്തിക്കാനാകുന്നതുമായ യൂറോ ഡ്രോൺ സ്വന്തമാക്കാനൊരുങ്ങി ഇന്ത്യ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനൊരുങ്ങുകയാണ് രാജ്യം. യൂറോപ്പിൽ വികസിപ്പിക്കുന്ന അന്തർവാഹിനി വിരുദ്ധ യൂറോ ഡ്രോൺ ആണ് ഇന്ത്യ സ്വന്തമാക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. യൂറോപ്യൻ വ്യോമയാന കമ്പനിയായ എയർബസും ജപ്പാനിലെ കാവസാക്കി ഹെവി ഇൻഡസ്ട്രീസും ചേർന്നാണ് ഈ ആളില്ലാ വിമാനം വികസിപ്പിക്കുന്നത്. നിലവിൽ വികസന ഘട്ടത്തിലുള്ള ഈ ഡ്രോൺ ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു തവണ പറന്നുയർന്നാൽ ഏകദേശം 40 മണിക്കൂർ വരെ തുടർച്ചയായി ആകാശത്ത് തുടരാൻ ഈ യൂറോ ഡ്രോണിനാകും. സമുദ്രത്തിനടിയിലെ അന്തർവാഹിനികളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സോണോബോയുകളും അവയെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ലഘു ടോർപിഡോകളും വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. അതിനാൽ തന്നെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും പോലുള്ള വിശാല സമുദ്രമേഖലകളിൽ മണിക്കൂറുകളോളം നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണിന് സാധിക്കും. നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന സമുദ്ര നിരീക്ഷണ ശക്തി അമേരിക്കയിൽ നിർമ്മിച്ച P-81 പോസിഡോൺ വിമാനങ്ങളാണ്. ഇത്തരം 12 വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളത്. ഇതിനു പുറമെ 6 വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് 15 MQ-9B സീ ഗാർഡിയൻ ഡ്രോണുകളും ഇന്ത്യക്ക് ലഭിക്കാനിരിക്കുകയാണ്. ഇവയ്ക്കൊപ്പം യൂറോ ഡ്രോൺ പോലുള്ള സംവിധാനങ്ങളും ഭാവിയിൽ ഉപയോഗത്തിലായാൽ സമുദ്ര നിരീക്ഷണം കൂടുതൽ ഫലപ്രദമാകും. ഈ യൂറോ ഡ്രോണുകളുടെ പ്രധാന ചുമതല ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നതാണ്. സമുദ്രത്തിന്റെ വലിയ പ്രദേശങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ച് സംശയാസ്പദ നീക്കങ്ങൾ കണ്ടെത്തിയാൽ ആ വിവരങ്ങൾ യുദ്ധവിമാനങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും കൈമാറും. തുടർന്ന് അവയ്ക്ക് ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്താം. ഇതിലൂടെ വില കൂടിയ പെട്രോൾ വിമാനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും പ്രവർത്തന ചെലവ് ഗണ്യമായി ലാഭിക്കാനും കഴിയും. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ആവശ്യകത കഴിഞ്ഞ ഏതാനും നാളുകളായി കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ പുതിയ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുള്ള അന്തർവാഹിനികൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സംവിധാനമുള്ള അന്തർവാഹിനികൾ ദീർഘസമയം വെള്ളത്തിനടിയിൽ തുടരാൻ കഴിയുന്നവയായതിനാൽ അവയെ കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചൈനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനകം തന്നെ ഏകദേശം 60 അന്തർവാഹിനികളുള്ള വലിയ നാവികസേനയാണുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് സാന്നിധ്യവും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇത്തരം പശ്ചാത്തലത്തിലാണ് അതിർത്തി നിരീക്ഷണം ശക്തമാക്കാനുതകുന്ന പുതു സാങ്കേതിക വിദ്യകളുടെ ആവശ്യകത വർദ്ധിക്കുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ INS ഖുക്രി എന്ന യുദ്ധക്കപ്പൽ പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ മുങ്ങിയത് ഇന്നും ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയൊരു പാഠമായി അവശേഷിക്കുന്നു. അതിനുശേഷം കടലിനടിയിലെ ഭീഷണികളെ നേരത്തെ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ്. യൂറോ ഡ്രോൺ പോലുള്ള ദീർഘദൂര ആളില്ലാ വിമാനങ്ങൾ ഭാവിയിൽ ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. ശത്രു അന്തർവാഹിനികളുടെ നീക്കങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളം തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കാനും ഇത്തരം ഡ്രോണുകൾ സഹായിക്കും. ചൈനയും പാകിസ്ഥാനും അതിവേഗം നാവികശേഷി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക ഡ്രോൺ സംവിധാനങ്ങൾ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയ്ക്ക് വലിയ കരുത്താകുമെന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.